എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കൊങ്കണർ സിദ്ധരെ കുറിച്ചിട്ടാണ്. 18 സിദ്ധന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ നമ്മൾ കോങ്ങാനർ സിദ്ധർ എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഒരു മഹായോഗിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വൈദ്യം, പിന്നെ രസവൈദ്യം, അതായത് ലോഹങ്ങൾ വെച്ചിട്ട് അസുഖങ്ങൾ മാറ്റുന്നൊരു സമ്പ്രദായം. നമ്മുടെ അഗസ്ത്യമുനിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ശരീരശുദ്ധിയെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. ശരീരശുദ്ധി, അതുപോലെ തന്നെ അമൃതം എന്ന് പറയുന്ന വിദ്യ. അമൃതം എന്ന് പറഞ്ഞാൽ ഗേജരി മുദ്ര. നമുക്ക് ഒരു പരിധിവരെ ചില ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മുടെ നാക്ക് വളച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഒരു സമ്പ്രദായം, അത് ദീക്ഷാ സമ്പ്രദായമാണ്. അത് അറിവുള്ളവർ അത് സ്വായത്തമാക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഔഷധ നിർമ്മാണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. കോങ്ങനാട് എന്ന് പറയുന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം എന്ന് അറിയപ്പെടുന്നു. അതായത് തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ. പിന്നെ സിദ്ധവൈദ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭാരത സംസ്കാരത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയും. കായകൽപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരം പ്രായമാകാത്ത അവസ്ഥ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശരീരം ശുദ്ധിയായാൽ മാത്രമേ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ എന്നും, മനസ്സ് ശുദ്ധമായാൽ ദൈവാനുഗ്രഹം ലഭിക്കും എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും അത് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്ന ഒരു മഹാസിദ്ധയോഗിയാണ് ഈ കോങ്ങാനർ സിദ്ധർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമസ്കാരം.